+2 വിദ്യാർത്ഥികളുടെ ഹിന്ദി ക്ലാസ് വീണ്ടും നമ്മൾ ലൈവ് ക്ലാസ്സിലേക്ക് തിരിയുന്നു. ആ ലൈവ് ക്ലാസ്സിലേക്ക് കയറിയ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ കൂപ്പുകയും അർപ്പിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ +1 പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടിയ കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ. നിങ്ങൾ ആ ഫുൾ മാർക്ക് കിട്ടിയവര് ഒന്ന് എന്നെ ആ ഫുൾ മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് സൂചിപ്പിച്ചാൽ എനിക്കും കൂടി ഒരു മനസ്സമാധാനം കിട്ടും. എന്തായിരുന്നാലും നെടുമങ്ങാട് താലൂക്കിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തത് ടാലന്റില് ഹിന്ദി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ തന്നെയാണെന്ന് ചങ്കൂറ്റത്തോട് എനിക്ക് പറയാൻ സാധിക്കും. അതെന്റെ മിടുക്കല്ല, സ്ഥാപനത്തിന്റെ ചിട്ടയും നിങ്ങളുടെ രക്ഷിതാക്കളുടെയും ആ പ്രവർത്തനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്തതും ആ ഏകദേശം അടുത്ത് നിൽക്കുന്നതുമായ എല്ലാ കുട്ടികൾക്കും എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു പുതിയ പാഠത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് മേരേ ഭാരതവാസിയോ. ഈ പാഠം ഒരു ഭാഷണമാണ്. എന്താണ് ഭാഷണം എന്ന് പറഞ്ഞാൽ അർത്ഥം? പ്രസംഗം. ഭാഷണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പ്രഭാഷണമാണ്, ഒരു പ്രസംഗമാണ്. എഴുതിയത് ജവഹർലാൽ നെഹ്റു. അപ്പൊ ആരാണ് പ്രസംഗിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. എന്തുകൊണ്ടാണ് ഞാൻ ഈ പാഠം ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറയാൻ കാരണം, ഒരു ദേശസ്നേഹിയാണ് ഞാൻ. എന്റെ രാജ്യത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്റെ ഭാഷ, രാഷ്ട്രഭാഷയായ ഹിന്ദിയെ ഞാൻ ആദരിക്കുന്നു. നാളത്തെ ദിവസം സ്വാതന്ത്ര്യ ദിനമാണ്, ആഗസ്റ്റ് 15. നാളത്തെ ദിനം. ആ നാളത്തെ ദിനത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്തായിരുന്നാലും ഒരു നിമിത്തമായിട്ട് നമുക്കിന്നൊരു പാഠഭാഗം പഠിക്കാനിടയായത്. പാഠഭാഗത്തിന്റെ പേര് മേരേ ഭാരതവാസിയോ. ഇതൊന്ന് മേരേ ഭാരതവാസിയോ. ഇതെന്താണ്? ഭാഷണാണ്, പ്രസംഗമാണ്. എഴുതിയതാര്? പ്രസംഗിക്കുന്നതാര്? ജവഹർലാൽ നെഹ്റു. ഇതുപോലെ ഒരു ആഗസ്റ്റ് 14 അർദ്ധരാത്രിയില് ആര് പ്രസംഗിക്കുന്നു? ഇന്ത്യയുടെ ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ് നാം ഇപ്പോ വായിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ദശാബ്ദോങ്കി കോശിശേ. ദശാബ്ദോങ്കി നൂറ്റാണ്ടുകളോളമുള്ള പരിശ്രമം, നൂറ്റാണ്ടുകളോളമുള്ള പരിശ്രമം. അവർ ലാഖോങ്കെ ബലിദാനോങ്കെ പരിണാമം. ലക്ഷക്കണക്കിന് ബലിദാൻ, ജനങ്ങളുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതീയ ജനതയുടെ ജീവത്യാഗത്തിന്റെ ഫലമായിട്ട് 1947 ഭാരത സ്വതന്ത്ര ഹുവ. 1947 അത് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രസംഗം. നല്ല പോയിന്റുകളാണ് ഈ പാഠഭാഗത്തിലുള്ളത്. ഇതൊരു പ്രഭാഷണമാണ്. ഈ പ്രഭാഷണത്തെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് ഈ പ്രഭാഷണത്തിന്റെ ഒരു തനി ആവർത്തനമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രസംഗം ചെയ്തു കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ ഇതിനെ കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പോ ദശാബ്ദോങ്കി AD 1600 ബ്രിട്ടീഷുകാര് ഭാരതത്തിന്റെ ആ സാരഥ്യം ഏറ്റെടുക്കുന്നത്. ആ കച്ചവടത്തിന് വേണ്ടി വ്യാപാർ കർണേ കേ ലിയേ ആയേ ഹുയേ അംഗ്രേസ് ലോഗ് യഹാ ശാസൻ കേ അധികാരി ബൻ ഗയേ. കച്ചവടത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണാധികാരികളായി മാറി. വന്നത് എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1600. അങ്ങനെ ദശാബ്ദോങ്കി കോശിശേ. കോശേഷ് ശ്രമം, കഠിനാധ്വാനം. അവർ ലാഖോങ്കി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബലിദാൻ, ജീവത്യാഗം. ബലിദാനോങ്കെ പരിണാമ സ്വരൂപ്. അതിന്റെ ഫലമായിട്ട്, അതിന്റെ പരിണിത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? എന്ത് കിട്ടി? ഭാരത സ്വതന്ത്ര ഹുവ. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി.
അജിക്ക് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും. കാരണം അജിക്ക് 100 മാർക്ക് കിട്ടി. എന്റെ അഭിനന്ദനങ്ങള് ഞാൻ അർപ്പിക്കട്ടെ. ഇനി അങ്ങനെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. അതിന്റെ ഫലമായിട്ട് 14 ആഗസ്തിക്ക്, ആഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അർദ്ധരാത്രിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 14 ആഗസ്തിക്ക് മധ്യരാത്രിക്ക് വേലാമയും, മധ്യരാത്രിക്ക് വേലാമയും അർദ്ധരാത്രി സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ചില പേരുകളുണ്ട്. രാഷ്ട്രശില്പി, ചാച്ച നെഹ്റു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരങ്ക പകരാത്തേ ഹുയെ, തിരങ്ക പൂവർണ്ണക്കൊടി, ത്രിവർണ പതാക പാറിപ്പിച്ചുകൊണ്ട്, പറത്തിക്കൊണ്ട്, ഉയർത്തിക്കൊണ്ട് ദേശസേ, രാജ്യത്തോട് ജോ അപ്പീൽ കീതി, അദ്ദേഹം രാജ്യത്തോടൊരു അപ്പീൽ നടത്തി. എന്താ അപ്പീൽ? ഒരു റിക്വസ്റ്റ്, ഒരു അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റ് നടത്തി. ആ റിക്വസ്റ്റ് ആണ് മേരേ ഭാരതവാസിയോ എന്ന് പറയുന്ന പ്രഭാഷണത്തിലൂടെ, പ്രസംഗത്തിലൂടെ നാം പഠിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായെങ്കിൽ പറയണം, മനസ്സിലായില്ലെങ്കിൽ പറയണം. ഒന്നുകൂടെ നോക്കിക്കൊള്ളാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, നാളത്തെ പവിത്രമായ പുണ്യമായ ദിനം നമുക്കറിയാം. നമ്മുടെ ആരാധ്യനായ ബഹുമാന്യനായ പ്രധാനമന്ത്രി നാളെ ഡൽഹിയില് ത്രിവർണ പതാക ഉയർത്തുന്നു. അത് ഉയർത്താനുണ്ടായ സാഹചര്യം 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി കിട്ടിയ നമ്മുടെ സ്വാതന്ത്ര്യം. അപ്പൊ ആദ്യമായിട്ട് പതാക ഉയർത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം, അതാണ് നാം ഇവിടെ പഠിക്കുന്നത്. എന്നോട് നോക്കിക്കോളേ. ദശാബ്ദോങ്കി കോശിശേ ശ്രമം और लाखों के बलिदानों के परिणाम स्वरूप 1947 ഭാരത് സ്വതന്ത്ര ഹുവ. ഇന്ത്യക്ക്, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി എന്ത് ചെയ്തു? 14 അഗസ്തിക്ക് മധ്യരാത്രിക്ക് വേലാമയും, ആഗസ്റ്റ് മാസം 14 മധ്യരാത്രി അർദ്ധരാത്രി സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തിരങ്ക പകരാത്തേ ഹുയെ ദേശസേ ജോ അപ്പീൽ കി വഖ്തേകെ. അതാണ് നാം പഠിക്കുന്ന പാഠഭാഗം. മേരേ ഭാരത് വാസിയോ. ഓക്കെ. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाए. पूरी तरह की न सकी, लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उड़ेगा. कई वर्षों पहले, വർഷങ്ങൾ മുമ്പ്, പല വർഷങ്ങൾക്ക് മുമ്പ്, ഹംനെ നിയതിക്കോ, എന്താണ് നിയതി? വിധി. അത് തുടങ്ങി കുറിച്ചോളണം. നിയതി, വിധി. നിയതിക്കോ മിൽനേക്കായൊക്കെ വചൻ ദിയാത, നമ്മളൊരു വാക്ക് കൊടുത്തു, വചൻ ദിയാത. അവർ അബ്ബ സമയ ആകെയാകേക്ക് ഹമ്മപ്പനെ വചൻ കോ നിഭായേ, നാം നമ്മുടെ ആ വാക്ക് പൂർത്തീകരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പ്രതിജ്ഞ എടുത്തു. എന്താണ് ആ പ്രതിജ്ഞ? ആ സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. അത് നാം നേടുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഒരു പക്ഷേ അല്പം താമസിച്ചു പോകുമായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കും. കാരണം ഭാരതം നമ്മുടെ ജന്മനാടാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. ആ നിയതിയെ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഫലവത്താക്കി. നിഭായെ പൂരി തരകിന സഖി, പൂർണ്ണമായിട്ടല്ല, സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഇവിടത്തെ സമ്പൽ സമൃദ്ധി എല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്നു. അതുകൊണ്ടാണ് പൂരി തരകിന സഖി. ലേക്കിൻ ബഹുത്ത് ഹദ് തക്ക്, ഒരു പരിധി വരെ. ലേക്കിൻ ബഹുത്ത് ഹദ് തക്ക് ആജ് രാത്ത് 12 ബജെ, ഇന്ന് രാത്രി 12 മണി. ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്നു. ഭാരത് ജീവൻ അവർ സ്വതന്ത്രതാക്കി. ഭാരതീയ ജനജീവിതം, ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നൈ സുബഹ് കെ സാത്ത്, പുതുപുലരി,
സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉടേക എണീക്കാൻ പോകുന്നത്. കൈസാ ക്ഷण जो ഇതിഹാസ में बहुत ही कम आता है. ഒരു കൊച്ചു കാലഘട്ടം അത് ചരിത്രത്തില് വളരെ കുറച്ചു മാത്രമേ വരാറുള്ളൂ. जब हम पुरानों की छोड़ नए की तरह जाते हैं, जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती है, यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा पॉइंट ആണ്. भारत और उसकी जनता की सेवा, भारत और उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा अब पॉइंट ആണ്. കണ്ട, और उससे भी बढ़कर सारी मानवता की सेवा करने के लिए പ്രതിജ്ഞാലേഖകാകും. അപ്പൊ നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ എടുക്കാണ്. ആരാണ് പറയുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഭാരതവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി അദ്ദേഹത്തിന്റെ സംബോധനയാണ്. ഇന്ന് നമ്മളൊരു പുതുപ്രഭാതത്തിലേക്കാണ്, ഒരു പുതിയ പ്രഭാതം നമ്മൾ കണ്ടുകൊണ്ടാണ് നാം ഇന്ന് ഉണരുന്നത്, ഉറക്കത്തിൽ നിന്നുണരുന്നത്. ഇതിഹാസ് ചരിത്രത്തില് ബഹുത്വകി കമ്മാത്താകെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകാറുള്ളൂ. ജബ്ഹം പുരാനോങ്കോച്ചോട് പഴമയെ ഉപേക്ഷിച്ച്, പഴമയെ ഉപേക്ഷിച്ചിട്ട് നയേക്ക് തരക് ജാത്തേക്ക് പുതുമയിലേക്ക് വരുന്നു. ഇന്ന് പഴയതിനൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മുടെ പുതുജീവിതത്തിലേക്ക്, ഒരു പുത്തൻ ഉണർവിലേക്ക്, ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, ഒരു പുതിയ പൊൻപുലരിയിലേക്ക് നമ്മൾ വരുന്നു. ജബയൊക്കെ യുഗക്കാന്ത് ഹോത്താകെ, ഒരു യുഗം, ഒരു നൂറ്റാണ്ട്, അടിമത്വം എന്ന് പറയുന്ന ആ നൂറ്റാണ്ട്, അടിമ ചങ്ങല നമ്മൾ പൊട്ടിച്ചെറിഞ്ഞു. ഗാന്ധിജിയുടെ നേതൃത്വത്തില്, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തില്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ലോകമാന്യ തിലകന്റെയും ഒക്കെ ആ നിർദ്ദേശാനുസരണം, അവരുടെയൊക്കെ ആവേശം നിറഞ്ഞ പ്രഭാഷണങ്ങളുടെ പ്രസംഗത്തിന്റെ പരിണിത ഫലമായിട്ട് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു. അതാണ് ആ പൊൻപുലരി. അന്ത് ഹോത്താകെ അവർ ജബ് വർഷോംസെ, വർഷങ്ങളോളം, വർഷോംസെ ശോഷിത് ആ ചൂഷിതരായ, ചൂഷണത്തിന് അനുഭവപ്പെട്ട ഏകദേശിക്ക് ആത്മാ, ഒരു രാജ്യത്തിന്റെ ആത്മാവ്. ഇന്നലെ വരെ നമ്മൾ അടിമകളായിരുന്നു, ഇന്നലെ വരെ നമുക്ക് അടിമയായിരുന്നു, നമ്മളൊക്കെ അടിമകളായിരുന്നു. അപ്പൻ ഈ ബാത്ത് കഥശക്തികളെ ഇനി നമുക്ക് നമ്മുടെ ആ കാര്യം, പറയാവുന്ന കാര്യങ്ങള് നമുക്ക് വെട്ടി തുറന്ന് പറയാൻ കഥശക്തികളെ യകേക സംയോഗികയ്ക്ക് ഇസ് പവിത്ര മൗക്കേപ്പർ, ഈ പവിത്രമായ, ഈ പരിശുദ്ധമായ പവിത്രമായ മൗക്കയില്, സന്ദർഭത്തില് ഹം സമർപ്പൺ കെ സാത്ത് എല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തോടൊപ്പം തന്നെ ഖുദ്കോ ഭാരതവർഷി ജനതാക്കി സേവ, ഭാരതവും ഭാരതത്തിലെ ജനങ്ങളുടെയും സേവ, ഔറുസ് സേവി ബട്കർ സാരി മാനവതാക്കി സേവ. ഭാരതത്തെ മാത്രം സേവിച്ചാ പോരാ, പിന്നെയോ മാനവതാക്കി സേവ, സാരി മാനവത, മനുഷ്യരെ മൊത്തത്തിൽ നമ്മൾ സേവിക്കണം. ഭാരതീയ ജനത, ആ ഇന്ത്യ ഒന്ന്, ഇന്ത്യൻ ജനത ഒന്ന്, ഭാരതം ഒന്ന്, ഭാരതീയ ജനത ഒന്ന്. ആ കാഴ്ചപ്പാടില് പ്രതിജ്ഞാലേഖ ഇന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, ഇന്ത്യ എന്റെ ദേശം, എന്റെ സ്വന്തം ദേശം, എന്റെ ജീവനേക്കാൾ ജീവനായ ദേശം. അതാണ് നമ്മൾ ഇന്ന് എടുക്കേണ്ട പ്രതിജ്ഞ. ഇന്നലെ വരെ നമ്മൾ അടിമകളായിരുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അധികാരമോ അവകാശമോ നമുക്കുണ്ടായിരുന്നില്ല. ലേക്കിൻ ആജ്, ഇന്ന് പരിസ്ഥിതി, ചുറ്റുപാട് ബദൽ ഗയി ഹൈ. ആജ് ഹം സ്വതന്ത്ര ഹൈ, ഹംകോ ആസാദി മിലി ഹൈ. അതുകൊണ്ട് നാം നമ്മുടെ എല്ലാ ജനങ്ങളെയും മാനവതാക്കി സേവാ കർണേക്ക് ലിയെ പ്രതിജ്ഞാലേഖാകും. അടുത്ത ഇതിഹാസിക്ക് ആരംഭിക്കെ സാത്വികി ഭാരതിനെ അപ്പനെ അന്തഹീന കോജ് പ്രാരംഭിക്കി. ഇതിഹാസിക്ക് ആരംഭിക്കെ സാത്വികി, ചരിത്രം ആരംഭിച്ചതോടൊപ്പം തന്നെ, ചരിത്രം തുടങ്ങിയതോടൊപ്പം തന്നെ, എന്നാണോ ചരിത്ര സൃഷ്ടി നടന്നത് അതോടൊപ്പം തന്നെ
അപ്രകാരം തന്നെ ഭാരതിനെ പനി അന്തഹീന് ഹോജ്, ഭാരതം തന്റെ അന്തഹീന് ഹോജ്, അനന്തതയിൽ കിടന്ന ആ ഖോജ്, അനന്തത നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഖോജ് അന്വേഷണം പ്രാരംഭിക്കി, തുടക്കമിട്ടു. ഔർണ ജാനേ, എനിക്കറിഞ്ഞൂടാ. കിത്തനീകി സതിയാം, എത്രയോ നൂറ്റാണ്ട് ഇസ്കി ഭവ്യമായ സഫലതാവും ശ്രേഷ്ഠമായ വിജയങ്ങള്. എന്നാൽ ആ സഫലതയോടൊപ്പം തന്നെ അസഫലതകൾ നമുക്കുണ്ടാക്കി. അസഫലതാവോ സേ പരീപുരിക ചാകേ, ഒരു പക്ഷേ അച്ചാവത്ത് പോയാ പുര, നമുക്ക് നന്മയും ഉണ്ടാകാം തിന്മയും ഉണ്ടാകാം, നല്ല കാലഘട്ടവും ഉണ്ടാകാം ചീത്തക്കാലഘട്ടവും ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നു, ചാകെ അച്ചാവത്ത് പോയാ പുര ഭാരതിനെ കബീസ് ഖോജസേ, ഈ അന്വേഷണത്തിൽ നിന്ന് അപ്പനെ ദൃഷ്ടി, നമ്മുടെ കാഴ്ചപ്പാട് നഹി ഹടായി, നാം നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയില്ല. കബീബി അപ്പനെ ഉൻ ആദർശം കോ നഹീം ഉടാ ജിസൈസേ ശക്തി. നമ്മള് എന്തെല്ലാം ഒക്കെ നമ്മൾ നേടിയെങ്കിലും, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ നമ്മൾ അനുഭവിച്ചു എങ്കിലും, നമ്മൾ ഒരിക്കലും നമ്മുടെ പഴയ ആ പാരമ്പര്യം, ആർഷ ഭാരത സംസ്കാരം നമ്മള് കൈമോശം വന്നില്ല, നമുക്ക് കൈമോശം വന്നില്ല, നമ്മളതിനെ കൈവിട്ടില്ല. വസുദൈവ കുടുംബകം, അതിൽ നമ്മൾ അടിയുറച്ചു നിന്നു. സാധാ ജീവന ഉച്ചവിചാർ, അതിൽ നമ്മൾ അടിയുറച്ചു നിന്നു. എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ പഴയ പാരമ്പര്യങ്ങളുള്ളത്, ആ പാരമ്പര്യങ്ങളെ കൈമോശം വരുത്താതെ, പഴയ പാരമ്പര്യങ്ങളെ ചോർത്തിക്കളയാതെ പുതുമയിലേക്ക് നമ്മള് ചുവടുറപ്പിച്ചു. അതാണ് ഗാന്ധിജി പറഞ്ഞത്. നമുക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി. നമ്മുടെ ഈ കഷ്ടനഷ്ടങ്ങളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? തരണം ചെയ്തിട്ട് പുതുമയിലേക്ക് നമ്മള് കാലൂന്നി എന്ന് വിചാരിച്ച് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തെ നമ്മൾ എന്ത് ചെയ്തില്ല? നഷ്ടപ്പെടുത്തിയും കളഞ്ഞില്ല. അതാണ് ആ പോയിന്റ്. ആജ് ദുർഭാഗ്യക്ക് ഏക യുഗക്ക് അന്ത്യകേ ഗൗർ ഭാരത പുനഃ പുതുക്കോ കോഴ് പാരകേ. കണ്ട, ആജ് ഇന്ന് ഹം ദുർഭാഗ്യക്കെ, ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗത്തെ, നമുക്കൊരു ചീത്ത കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം. നമുക്ക് ഒരു തരത്തിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല, ഭാഷാപരമായ സ്വാതന്ത്ര്യമില്ല, ആരാധനാ സ്വാതന്ത്ര്യമില്ല, നേരെ വസ്ത്രധാരണം നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യമില്ലായ്മയെ നമ്മൾ എന്ത് ചെയ്തു? യുഗക്കാന്തകേ, ആ നൂറ്റാണ്ടിനെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് ഭാരത പുനഃ കൊടുക്കോ ഓജ് പാരകാകെ ആദികം ജിസ് ഉപലബ്ധി കാ ഉത്സവ മനാരഹേഗേ വക മഹസേക്ക് കഥം ഹേ നയ അവസരവും കൊല്ലേക്ക. കണ്ട, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ആദികം ജിസ് ഉപലബ്ധി നേട്ടങ്ങള്, ആ ഉപലബ്ധിക്ക ഉത്സവ മനാരകാകെ ആഘോഷിക്കുന്നു. അത് കേവലം മഹസ്, വെറും നിസാരമായ ഒരെന്തെല്ലാം ചിന്താഗതിയല്ല. കഥം ഹേ നയ അവസരം കൊല്ലേക്ക, പുതിയ അവസരങ്ങള് തുറക്കുവാനുള്ള ഒരു മാർഗമായിരിക്കും. നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ആലസ്യക്കെ സമാൻ കോയി ദൂസര ശത്രു നഗീകേ. ആചാര്യ വിനോബാജി പറഞ്ഞിട്ടുണ്ട്. ഭൂദാൻ മൂവ്മെന്റിന്റെ, ഭൂവിധാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ആചാര്യ വിനോബാജി പറഞ്ഞിട്ടുണ്ട്, ആലസ്യക്കെ സമാൻ കൊയ് ദൂസര ശത്രു നഗീകേ. അലസതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു എന്ന് വിചാരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാം കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മള് അലസ മനോഭാവം സ്വീകരിച്ചാൽ ഇതല്ല, ഇതിന്റെ അപ്പുറമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മള് സഹിക്കേണ്ടി വരും. ഇപ്പൊ +1 ഫസ്റ്റ് ഇയറിന് ഹിന്ദിക്ക് 100 മാർക്ക് കിട്ടി, അതുകൊണ്ട് സെക്കൻഡ് ഇയറിനും ഫുൾ കിട്ടുമെന്ന് വിചാരിച്ച് ഉഴപ്പിക്കളയരുത്. ഉഴപ്പിയാൽ ആചാര്യ വിനോബാജി പറഞ്ഞത് ഞാൻ കടമെടുക്കേണ്ടി വരും. ആലസ്യക്കെ സമാൻ, അലസതയെ പോലെ കോയി ദൂസര ശത്രു നഗീകേ, കോയി ദൂസര ശത്രു നഗീക. ഈ ലോകത്തെ ഏറ്റവും വലിയ, എന്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മളെ കുടുംബത്തിലുള്ള ഏറ്റവും വലിയ ശത്രുവാണ് അലസത, ആലസ്യം. അതൊരിക്കലും പാടില്ല.
नए अवसरों को खुलने का, इससे भी बड़ी विजय और उपलब्धियां हमारी प्रതീക്ഷ കരുതിയ ഇതിനേക്കാൾ എത്രയോ മഹത്തായ മഹാനായ വളരെ വിലമതിക്കാനാകാത്ത ചില കാര്യങ്ങളൊക്കെ വിജയങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ നമുക്കിത് പിടിച്ചു നിൽക്കണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ചെയ്യണം. क्या हमें इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझे और भविष्य की चुनौतियों को സ്വീകാർ करे. ഇപ്രകാരമുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ശക്തി നമുക്കുണ്ടാകണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. നമ്മൾ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളും നമ്മൾ ഏറ്റെടുക്കണം. എന്തുപോലെ വന്നിരുന്നാലും നമ്മൾ പറയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ ദേശമാണ്, അതിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കിട്ടിയ സ്വാതന്ത്ര്യത്തെ അന്യാധീനപ്പെടുത്തി കൊടുക്കുവാൻ ഞാനൊട്ടും തയ്യാറല്ല, അതിനെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. समझे और भविष्य की चुनौतियों को स्वीकार करे. भविष्य में हमें विश्राम करना या ചൈന സേനകി बैठना है. കണ്ട, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾ വിശ്രമിക്കാനോ യാ ചൈനസേ സമാധാനത്തോടുകൂടി ഇരിക്കാനോ നമ്മള് തയ്യാറാവരുത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി നമുക്ക് ആരെയും പേടിക്കണ്ട, എല്ലാം ഉരുട്ടി നമ്മളെ വാക്യത്ത് വെച്ചു തരും എന്ന ചിന്താഗതിയോടുകൂടി നമ്മൾ ഇരിക്കരുത്. കഠിമേഖലത്തെ സേകി, കഠിനാധ്വാനത്തിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാം. അപ്പൊ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികള് നമുക്ക് നേടിത്തന്നു. ആ ബാക്ക്ഗ്രൗണ്ടില്, ആ അടിത്തറയില് നമുക്കിനി മുന്നോട്ട് നീങ്ങാം. അതുകൊണ്ട് നമ്മള് എല്ലാ തരത്തിലുള്ള ചുനൗത്തി വെല്ലുവിളി നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. ഇനി ഭാരതിക്ക് സേവാക്കർത്ത്, ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥകെ ലാഖവും കരോടവും പീഡിത ലോകവും ഈ സേവ കർണ. അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. എന്താണ് ഭാരതത്തിന്റെ സേവ? ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ, ഭാരതത്തിന്റെ അതിർത്തി മാത്രം സംരക്ഷിച്ചാൽ പോരാ. പകരം എന്താണ് ഭാരതിക്ക് സേവ? കാർത്തിക ലാഖവും കരോടോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പീഡിത ലോകവും ഈ സേവ കർണ, വേദന അനുഭവിക്കുന്ന ജനങ്ങളെ സേവിക്കുക. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പീഡിതരുണ്ട്. കിടക്കാൻ ഇടമില്ലാതെ, വയറ്റിന് കഞ്ഞിയില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ, തലയ്ക്ക് എണ്ണയില്ലാതെ വിഷമിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ജനത ഇപ്പോഴും ഭാരതത്തിലുണ്ട്. നെഹ്റുവിന്റെ പ്രസംഗമാണ്. അവരെ സംരക്ഷിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, ഉസ്കി പ്രഗതിക്കേലിയെ, അവരുടെ പുരോഗതിക്ക് വേണ്ടി അവരെ സേവിക്കുക. ഭാരതിക്ക് സേവാക്കർത്ത്, അതാണ് ഭാരതത്തെ സേവിക്കുക. അപ്പൊ ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാക്ക് സേവാ കർണ. ലാഖോं करोड़ों पीड़ित लोगों की सेवा करना. इसका मतलब है ഗരീബി ഓർ അജ്ഞാനതാക്കോ മിടാൻ എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആയി. എന്താണ് ഭാരതീയ ജനതയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഗരീബി, ദാരിദ്ര്യം. ഗരീബി, ദാരിദ്ര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അജ്ഞാനത, അറിവില്ലായ്മ, വിദ്യാഭ്യാസമില്ല. സാർവത്രികമായ വിദ്യാഭ്യാസം നമ്മുടെ നിഷേധിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തില്. അതെല്ലാം മാറ്റിയെടുക്കണം. അതാണ് ഭാരതത്തെ സേവിക്കുക. എന്നപ്പോ ഭാരതത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോന്ന്? ഗരീബിയവർ അജ്ഞാനതാക്കോ മിടാന, ബീമാരിയവർ അവസർക്കി അസമാനതാക്കോ മിടാന. ബീമാരിയാം, രോഗങ്ങള്, പകർച്ചവ്യാധികള്, ബീമാരിയാം. അവർ അവസർക്കി അസമാനതാക്കോ, അവസരങ്ങളുടെ അസമാനത, തുല്യമില്ലായ്മ. ഉള്ളവനുണ്ട്, ഇല്ലാത്തവനില്ല. സർക്കാർ ജോലി കിട്ടുന്നവർ ഒരു വീട്ടില് 3-4 പേർക്ക് സർക്കാർ ഉദ്യോഗം കാണും. പക്ഷെ ഒരു വീട്ടില് ആർക്കും ഉദ്യോഗമില്ലാത്തവരും കാണും. അതിനെ നമ്മൾ മാറ്റിയെടുക്കുക. അതാണ് അസമാനതാക്കോ വിടാന. ഹമാരി പീട്ടിക്ക്, നമ്മുടെ തലമുറയിലെ സബ്സെ മഹാൻ വ്യക്തിക്ക് യഹി മഹത്വാംശ യഹീകയ്ക്ക് ഹറേ കാങ്ക് സെ ആംസു മിടായ ജായേ. ഓരോ വ്യക്തിയുടെയും കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുക എന്ന് പറഞ്ഞാൽ, ഒരാള് കരഞ്ഞാൽ അത് ഭാരതത്തിലെ ജനത മുഴുവനും കരയുന്നതിന് തുല്യമായിരിക്കണം. ഒരാൾ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനത മുഴുവനും പട്ടിണി കിടക്കുന്നു എന്നർത്ഥം. ഒരാൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ മുഴുവൻ ജനതയ്ക്കും വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതിനെ നമ്മൾ മാറ്റണം.
എല്ലാവരും വിദ്യാസമ്പന്നരായിരിക്കണം, എല്ലാവരും ആഹാരം കഴിച്ച് ജീവിക്കുന്നവരായിരിക്കണം, എല്ലാവർക്കും പാർപ്പിടം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും വസ്ത്രം വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, എല്ലാവർക്കും സംസ്കാരം വേണം. അതാണ് ഭാരതത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ അർത്ഥം. ശായദിയെ ഹമാരെ ലിയെ സംഭവനോ पर जब तक लोगों की आंखों में आंसू है और पीड़ है तब तक हमारा काम खत्म नहीं होगा. നമ്മുടെ ജോലി അവസാനിക്കണമെങ്കിൽ പാവപ്പെട്ടവന്റെ കണ്ണുനീര് നമ്മൾ ഒപ്പണം, പാവപ്പെട്ടവന്റെ പട്ടിണി നമ്മൾ മാറ്റണം, പാവപ്പെട്ടവൻ ആവശ്യമായ പാർപ്പിട സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഭാരതത്തിന്റെ സേവനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെടുക്കാൻ പറ്റും. ഭാരതത്തെ സേവിക്കൂ എന്ന് പറഞ്ഞാല് പട്ടിണിയുള്ളവന്റെ പട്ടിണി മാറ്റുക, വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റുക, വസ്ത്രമില്ലാത്തവന് നമ്മൾ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക, കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുക, തൊഴിലില്ലാത്തവന് തൊഴിലുണ്ടാക്കി കൊടുക്കുക. ഇത് വേണം നാം ചെയ്യേണ്ടത്. അല്ലാതെ 1947 ആഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ച് നമ്മളെല്ലാം തികഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതാണ് നെഹ്റുവിന്റെ പ്രസംഗം. ആങ്കോമേ ആംസുക വേ പീഡിക तब तक हमारा काम खत्म नहीं होगा और इसलिए हमें പരിശ്രമം करना होगा. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം, കഠിമേഖനത്ത് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമം करना होगा ताकि हम अपने सपनों को साकार कर सके. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നാം നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഹമേം കഠിമേഖനത്ത് കർണാ ചാകിയെ കഠിനാധ്വാനം ചെയ്യണം. അല്ലാതെ അലസരാകരുത്. അലസരായാലുണ്ടായ പദം നമ്മൾ പഠിച്ചു. ആചാര്യ വിനോബാജി പറഞ്ഞത് ആലസ്യക്കെ സമാൻ കൊയ് ദൂസര ശത്രു നഹീക. ബ്രിട്ടീഷുകാരെക്കാൾ ഡച്ചുകാരേക്കാൾ ഫ്രഞ്ചുകാരേക്കാൾ വളരെയധികം ഉപദ്രവകാരിയാണ് അലസത. അടിക്കേണ്ട സമയത്ത് നമ്മൾ അടിക്കണം, പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ ഉറങ്ങിയിരിക്കരുത്. ഉറങ്ങിയിരുന്നാൽ നമുക്ക് അപകടമുണ്ടാകുന്നു. സാക്ഷാത്കാർ കരിയും. ഇനി സ്വപ്നം കണ്ടാലും പോരാ, വസുദൈവ കുടുംബമായിരിക്കണം. ലോകമേ തറവാട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതാണ് പൂരെ വിശ്വക്കേരിയ ബീഹെ നമ്മുടെ ആപ്തവാക്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള സകല ആൾക്കാരും സുഖമനുഭവിക്കണം. ഇതാണ് നെഹ്റുവിന്റെ പ്രസംഗം. आज कोई खुद को बिल्कुल अलग नहीं सोच सकता क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी സമീപവതാ से जुड़े रहेंगे. ലോകവും ജനങ്ങളും ഒക്കെ ഒന്നിനൊന്നായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ശാന്തിക്കോ അഭിവാജ്യ കഹാകയാകെ. ശാന്തിയാണ് നമുക്ക് അഭിവാജ്യമായ ഒരു ഘടകം. അഭിവാജ്യകെ സമൃദ്ധി അവർ വിനാശവി. സമൃദ്ധി വിനാശവി. ആ സമൃദ്ധിയോടൊപ്പം ശാന്തിയോടൊപ്പം സ്വാതന്ത്ര്യത്തോടൊപ്പം എന്നേക്കുമായി നമ്മള് എന്തിനേയും ഏതിനേയും നമ്മള് വിനാശം വരുത്തണം. अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा जा सकता. ലോകത്തെ നമ്മള് ചെറിയ ചെറിയ പാർട്ടികളായിട്ട് നമ്മൾ വിഭജിച്ച് കളയരുത്. ഹമേം സ്വതന്ത്ര ഭാരത് കാ മഹാ നിർമ്മാൺ കർണാകെ. സ്വതന്ത്ര ഭാരതം നമ്മൾ നിർമ്മിക്കണം, ശ്രേഷ്ഠ ഭാരതം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു സുവർണ കാലഘട്ടം നമുക്ക് തിരിച്ച് ഉണ്ടാക്കിയെടുക്കണം. ഭാരതത്തിന്റെ പഴയ സുവർണ കാലഘട്ടം വീണ്ടും ഭാരതത്തിലേക്ക് വരണം. ജഗാമുസ്കെ സാരേ ബച്ചേ രഹസ്യൊക്കെ. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഉണർന്നിരുന്ന് ഈ ഒരു ദിനത്തിന് വേണ്ടി, ഒരു പുതിയ നൂറ്റാണ്ടിന് വേണ്ടി, ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടി, പട്ടിണിയില്ലാത്ത, പാർപ്പിടമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരു രാഷ്ട്രമല്ല നമുക്ക് വേണ്ടത്. പട്ടിണിയും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഇല്ലായ്മയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലേക്കിൻ ആജ് സംസാർ ഭാരത് ബദൽ ഗയാകെ. ആ ഭാരതത്തിന് വേണ്ടി ഉള്ള എന്റെ റിക്വസ്റ്റ് നിങ്ങൾ മാനിക്കുമെന്നുള്ള പ്രതീക്ഷ ഞാൻ നെഹ്റു വെച്ചു പുലർത്തുന്നു. അതുപോലെ ഞാനും നിങ്ങള് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം നിങ്ങളോട് ഞാനൊരു റിക്വസ്റ്റ് നടത്തുന്നു. എല്ലാ കുട്ടികളും ഹയർ സെക്കൻഡറി പഠിക്കുന്ന സെക്കൻഡ് ഇയർ ആയ എല്ലാ കുട്ടികളും എല്ലാ ക്ലാസ്സുകളും കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുവാനുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കുകയും അതിലുപരി
നിങ്ങള് അടയ്ക്കേണ്ട തുകകളൊക്കെ ഫീസുകളൊക്കെ കൃത്യമായിട്ട് ആഫീസിൽ അടയ്ക്കുമെന്നും നോട്ട്സുകളൊക്കെ കൈപ്പറ്റുമെന്നുള്ള അപ്പീലോടുകൂടി പ്രതിജ്ഞയോടുകൂടി ആ ഒരു റിക്വസ്റ്റോടുകൂടി ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.